ഹലോ, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ബാലൻസ്ഡ് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ്, മസ്ക് മെലൺ ആപ്പിൾ ജ്യൂസ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. മുതിർന്നവർക്ക് വേണമെങ്കിൽ ഷുഗർ അവോയ്ഡ് ചെയ്താൽ അവർക്ക് പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കാം. കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്ത് കൂടുതലായിട്ട് കൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ വിശന്നും ദാഹിച്ചും വരുമ്പോൾ ഇതുപോലത്തെ ഒരു ജ്യൂസ് ഒരു 5 മിനിറ്റ്സ് മുന്നേ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല തണുത്തിരിക്കും. അപ്പോൾ അവർക്ക് ഇത് കഴിക്കുമ്പോൾ ടേസ്റ്റോടുകൂടി കഴിക്കുകയും ചെയ്യും, വിശപ്പും കിടും അവർക്ക്. അപ്പോൾ ഈ വീഡിയോയുടെ പ്രോസസ്സിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ മസ്ക് മെലൺ ആപ്പിൾ ജ്യൂസിലേക്ക് വേണ്ട സാധനങ്ങൾ ഇതുപോലെ ഒരു മസ്ക് മെലൺ വേണം, മീഡിയമാണ്, ഭയങ്കര വലുതൊന്നുമല്ല. പിന്നെ ഒരു ആപ്പിൾ വേണം, ഇത്രയുള്ള. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നേരിയതായിട്ട് അരിയണം. ആപ്പിൾ കഷ്ണങ്ങൾ അടിയാൻ ഇത്തിരി പ്രയാസമാണ്, അതുകൊണ്ട് വളരെ നേരിയതായിട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കണം, തിക്നെസ് ഇല്ലാതെ അരിഞ്ഞെടുക്കണം. എന്നിട്ടിത് കുറച്ച് ഐസ് വാട്ടർ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ആദ്യം തന്നെ. അതിന് ശേഷമാണ് മസ്ക് മെലൺ ചേർക്കേണ്ടത്. പിന്നെ വേണ്ടത് ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കണം. ഈ പഞ്ചസാരയിലേക്ക് ഇട്ടിട്ടുണ്ട്, അത് ഇതിൽ ചേർത്തടിക്കാനുള്ളതാണ്. ജ്യൂസിലൊക്കെ അല്പം ഉപ്പ് ചേർത്തടിച്ചാൽ ടേസ്റ്റ് കൂടും. പിന്നെ വേണ്ടത് മിൽക്ക് പൗഡറാണ്. 2 ടീസ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പാലായിട്ടും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രിട്ടാനിയ ഡെയറി വൈറ്റ്നർ എന്നുള്ള ബ്രാൻഡിലെ മിൽക്ക് പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. മിൽക്ക് പൗഡർ അല്ലെങ്കിൽ പാലും ചേർക്കാം. പക്ഷേ മിൽക്ക് പൗഡറിൽ അടിച്ചെടുക്കുമ്പോൾ ഈ ജ്യൂസിന് നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ വളരെ താല്പര്യത്തോടെ കഴിക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർക്കണം. അപ്പം നമുക്കതൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ആ ആപ്പിളും മസ്ക് മെലണൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ആപ്പിൾ ഇതുപോലെ നേരിയതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ആപ്പിൾ കഷ്ണങ്ങൾ ജാറിലേക്ക് ഇട്ടിട്ട് ഈ മസ്ക് മെലൻ്റെ കുറച്ച് കഷ്ണങ്ങളും കൂടി ചേർത്താൽ ആവശ്യത്തിന് വെള്ളം കിട്ടും. നമ്മൾ ഐസ് വാട്ടർ ചേർക്കാതെ കഴിയും, അല്ലെങ്കിൽ കുറച്ച് നീണ്ടു പോകും. അപ്പോൾ അതിൽ നല്ലത് നമുക്ക് ജാറിലേക്ക് ആപ്പിൾ കഷ്ണങ്ങളുടെ കൂടെ വളരെ കുറച്ച് മസ്ക് മെലൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം, മിക്സിയിൽ അടിച്ചെടുക്കാം. മസ്ക് മെലൺ പെട്ടെന്ന് അടിയും, പക്ഷേ ആപ്പിൾ ശരിക്കും അരയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സ്ട്രോ ഇട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് സ്റ്റക്കാകും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മസ്ക് മെലൺ ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അത് ഇതിനകത്തോട്ട് ചേർക്കണം. അത് ടേസ്റ്റും കിട്ടും, പിന്നെ ആപ്പിളിൻ്റെ കറ ഇളകാതെ ഇരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഈ പഞ്ചസാരയും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും അതും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ആപ്പിളൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഐസ് വാട്ടർ ചേർത്തിട്ടാണ് കേട്ടോ ഇത് ഞാൻ അടിച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് മസ്ക് മെലൺ കൂടിയിട്ട് അടിച്ചെടുക്കാം. അതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് ഈ മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് മസ്ക് മെലൺ ചേർത്ത് കൊടുക്കാം, കഷ്ണങ്ങൾ ആഡ് ചെയ്യാം.
ഇനി ഇതൊന്ന് മിക്സിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മുടെ മസ്ക് മെലൺ ആപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർ ഭയങ്കര വിശന്ന് ദാഹിച്ച് വരുമ്പോൾ ഇതുണ്ടാക്കി കൊടുത്താൽ അവർ നല്ല ഇഷ്ടത്തോടുകൂടി കഴിക്കും. ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ്സ് വെച്ച് വരുന്നതിന് മുന്നേ ഉണ്ടാക്കിയാൽ അത് തണുത്തിരിക്കും. അപ്പോൾ അവർക്ക് കുടിക്കാൻ എളുപ്പമായിരിക്കും. അവർ വളരെ താല്പര്യത്തോടെ കുടിക്കുകയും ചെയ്യും. നമ്മുടെ മസ്ക് മെലൺ ആപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ഗ്ലാസ് കഴിച്ചാൽ വയറ് നിറയും. ഡെലീഷ്യസുമാണ്, ഹെൽത്തിയുമാണ്. നമ്മളെപ്പോഴും കടയിൽ പോയാൽ ഷോപ്പിൽ നിന്നൊക്കെ കഴിച്ചോളൂ. പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കി കഴിക്കണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സൂപ്പറാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. ഇത് ആരും ഇത് ഉണ്ടാക്കി കഴിക്കാതിരിക്കരുത്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ജ്യൂസാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയതാണ്. മസ്ക് മെലൺ മാത്രമായിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം. അതും ടേസ്റ്റാണ്. അതിൽ കുറച്ച് ചെറുനാരങ്ങ നീരും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് അടിച്ചാൽ മസ്ക് മെലൺ മാത്രമായിട്ടുള്ള ജ്യൂസും കിട്ടും. അങ്ങനെയും നമുക്ക് മാറ്റി ഉണ്ടാക്കി നോക്കാം. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഇതുണ്ടാക്കി കൊടുക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നത് വരെ കാത്തിരിക്കുക. ബൈ.